തിരുവനന്തപുരം നഗരത്തിന്റെ ശാന്തമായ ഒരു ഭാഗത്ത് ഒരു ചെറിയ ടെറസ് വീട്ടിൽ അനഘ താമസിച്ചു. രാത്രികൾ അവൾക്ക് വളരെ പ്രിയം. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുമ്പോൾ അവൾ തന്റെ ദിനപുസ്തകത്തിൽ ചിന്തകൾ കുറിക്കുമായിരുന്നു. അവൾക്ക് വിശ്വസിക്കാൻ ഒരാൾ പോലും ഇല്ലെന്ന് തോന്നിയിരുന്നെങ്കിലും നക്ഷത്രങ്ങൾ അവളുടെ സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിലേക്ക് പുതിയ ആളൊരാൾ താമസിക്കാൻ വന്നു. ആരവ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് വിട്ട് ശാന്തത തേടിയെത്തിയവൻ. അവനും രാത്രികളെ സ്നേഹിക്കുന്നവനായിരുന്നു. ആദ്യമായി അവർ കണ്ടത് ടെറസിലായിരുന്നു. അനഘ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ആരവ് അടുത്തുവന്ന് ചോദിച്ചു, "നീ എപ്പോഴും ഇത്രയും നേരം ആകാശം നോക്കാറുണ്ടോ?" അനഘ ചിരിച്ചു. "അതെ, ഇവിടെ എനിക്ക് ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് തോന്നും." ആരവ് കുറച്ചു നിമിഷം നിശബ്ദമായി നിന്നു. "എങ്കിൽ ഇന്നു മുതൽ ഞാൻ കൂടി കേൾക്കാം," അവൻ പറഞ്ഞു. ആ വാക്കുകൾ അനഘയുടെ മനസ്സിൽ ഒരു ചെറിയ പ്രകാശം തെളിച്ചു. ആ ദിവസത്തിനു ശേഷം ഓരോ രാത്രിയും അവർ ടെറസിൽ കാണാൻ തുടങ്ങി. നക്ഷത്രങ്ങൾക്ക് കീഴിൽ അവർ അവരുടെ കഥകൾ പങ്കുവച്ചു. ആരവ് തന്റെ സ്വപ്നങ്ങളും പരാജയങ്ങളും പറഞ്ഞു. അനഘ അവളുടെ ഏകാന്തതയും ഭയങ്ങളും തുറന്നു പറഞ്ഞു. ഓരോ രാത്രിയും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു. ഒരു ദിവസം അനഘ ചോദിച്ചു, "നക്ഷത്രങ്ങളെല്ലാം നമ്മളെ കാണുന്നുണ്ടോ?" ആരവ് ചിരിച്ചു. "അതെ, പക്ഷെ ഇന്നവ നമ്മളെ കാണുന്നതല്ല, നമ്മളെ കൂട്ടിച്ചേർക്കുന്നതാണ്." അവൾ അവനെ നോക്കി. ആ നിമിഷം അവളുടെ ഹൃദയം പറയാതെ തന്നെ എല്ലാം പറഞ്ഞു. ഒരു തണുത്ത രാത്രി കാറ്റ് സാവധാനം വീശുമ്പോൾ ആരവ് അവളുടെ അടുത്തേക്ക് നടന്നു. "അനഘ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു," അവൻ മൃദുവായി പറഞ്ഞു. അവളുടെ കണ്ണുകൾ നനഞ്ഞു. ഇതുവരെ അവൾ പ്രണയമൊരു കഥ മാത്രമാണെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതവളുടെ മുന്നിൽ നിന്നു. "ഞാനും നിന്നെ സ്നേഹിക്കുന്നു," അവൾ പറഞ്ഞു. ആ നിമിഷം ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൂടുതൽ തെളിഞ്ഞുപോലെ തോന്നി. അവരുടെ പ്രണയം ഒരു ശബ്ദമില്ലാത്ത സംഗീതം പോലെ ഹൃദയത്തിൽ നിറഞ്ഞു. കാലം കടന്നു. അവരൊരുമിച്ച് ജീവിതം ആരംഭിച്ചു. എന്നാൽ അവരുടെ പതിവൊരിക്കലും മാറിയില്ല. ഓരോ രാത്രിയും ടെറസിൽ ചെന്ന് നക്ഷത്രങ്ങളെ നോക്കുക. കാരണം അവർക്കറിയാമായിരുന്നു, അവരുടെ പ്രണയം നക്ഷത്രങ്ങൾ എഴുതിയ ഒരു കഥയാണെന്ന്. കൊച്ചിയിലെ ഒരു പഴയ വഴിയിലൂടെ മഴ പതിയുന്ന ഒരു വൈകുന്നേരം. ആ വഴിയിലൂടെ പതിവുപോലെ നടന്നു പോകുന്നവളായിരുന്നു അനന്യ. അവൾക്ക് മഴയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. കാരണം മഴയെന്നത് അവൾക്ക് ഓർമ്മകളുടെ സംഗീതം പോലെ തോന്നുമായിരുന്നു. ഒരു ദിവസം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബുക്ക് ഷോപ്പിന്റെ മുൻപിൽ അവൾ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അകത്തു നിന്നൊരു ശബ്ദം. "ഇവിടേക്ക് വരൂ, നനയണ്ട." അവൾ അകത്തേക്ക് കയറി. അവിടെ നിന്നത് അരവിന്ദ്. പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, "മഴ ഇഷ്ടമാണോ?" അനന്യ ചിരിച്ചു. "മഴയില്ലാതെ ഞാനില്ല." ആ ദിവസം അവരുടെ കഥയുടെ ആദ്യ പേജ് തുറന്നു. അടുത്ത ദിവസങ്ങളിൽ അനന്യ ആ ബുക്ക് ഷോപ്പിലേക്ക് വീണ്ടും വീണ്ടും പോകാൻ തുടങ്ങി. പുസ്തകങ്ങളെക്കാൾ അധികം അവൾ ആകർഷിച്ചത് അരവിന്ദിന്റെ വാക്കുകളായിരുന്നു. അവൻ കവിത എഴുതുമായിരുന്നു. അവന്റെ ഓരോ വരിയിലും അനന്യയുടെ മുഖം പതിഞ്ഞിരുന്നു. ഒരു ദിവസം അരവിന്ദ് തന്റെ ഡയറിയിൽ നിന്നൊരു കവിത വായിച്ചു. "നിന്റെ കണ്ണുകളിൽ മഴ പെയ്യുമ്പോൾ എന്റെ ഹൃദയം പൂക്കൾ പോലെ വിരിയുന്നു." അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അവനോടുള്ള സ്നേഹം അവൾക്ക് മനസ്സിലായി. കാലം കടന്നു. അവരുടെ സ്നേഹം ശക്തമായി. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും കഥ പോലെ സുന്ദരമല്ല. അരവിന്ദിന് വിദേശത്തൊരു വലിയ അവസരം ലഭിച്ചു. പോകേണ്ടി വന്നു. "നീ കാത്തിരിക്കും?" എന്ന അവന്റെ ചോദ്യം. "ജീവിതം മുഴുവൻ" എന്ന അവളുടെ മറുപടി. വർഷങ്ങൾ കടന്നു. മഴ ഇന്നും പെയ്യുന്നു. അനന്യ ഇന്നും അതേ ബുക്ക് ഷോപ്പിലെത്തും. ഓരോ തവണയും അവൾ അവന്റെ ഓർമ്മകളിൽ ജീവിക്കും. ഒരു ദിവസം അപ്രതീക്ഷിതമായി അവൾക്ക് പരിചിതമായ ശബ്ദം. "മഴ ഇഷ്ടമാണോ?" അവൾ തിരിഞ്ഞുനോക്കി. അവൻ അരവിന്ദ്. കണ്ണു നിറഞ്ഞിൽ അവൾ ഓടി അവന്റെ അടുക്കൽ. "ഞാൻ തിരിച്ചുവന്നു, നിനക്കായി." മഴ കൂടുതൽ ശക്തമായി. പക്ഷെ ആ മഴയിൽ ഇനി വേർപേയലില്ല, സ്നേഹം മാത്രം. അവരുടെ ജീവിതം വീണ്ടും തുടങ്ങി. ഇത്തവണ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥയായി.